ഞങ്ങളുടെ ഇവിടെ എല്ലാം ഫ്രഷാ. പാലും ഫ്രഷ് ക്രീമി അമൂൽ പാല് കൊണ്ടുണ്ടാക്കിയ അമൂല്യ. അക്വസറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരവൂർ കായല് അക്വസറിന് ചുറ്റും ഒഴുകുകയാണ്. അപ്പോൾ നമ്മുടെ പിറകിൽ എന്തായാലും ഒരു സൈഡിലായിട്ട് കായലും ഉണ്ട്. അപ്പൊ അതിന്റെ മനോഹാരിതയിൽ നിന്ന് എന്നോടൊപ്പം വീണ്ടും ഷോൺ തന്നെയാണ് ഉള്ളത്. ഷോൺ, ഈ സെക്ഷനിൽ ഏതാണ് പരിചയപ്പെടുത്തുന്നത്? എന്ത് ഐറ്റമാണ് പരിചയപ്പെടുത്തുന്നത്? ഈ സെക്ഷനിൽ നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യുന്നത്. അത് കൂൺ പച്ച മസാല. ഷോൺ ഒരു ഇംഗ്ലീഷിന്റെ ആളാണ്. എല്ലാത്തിലും നമ്മുടെ നാടൻ വിഭവങ്ങളാണെങ്കിൽ അതിൽ ഇംഗ്ലീഷ് അങ്ങ് ചേർക്കും. പക്ഷെ ചേരുവകളിലൊന്നും ഇംഗ്ലീഷ് ചേർക്കുന്നില്ല. നമ്മളെ തനി നാടൻ സാധനങ്ങളാണ് ചേർക്കുന്നത്. ഈ പഠിച്ചത് കുറച്ച് ഇംഗ്ലീഷ് ആയതുകൊണ്ട് നാടനിലോട്ടൊരു ഇംഗ്ലീഷ് പ്രയോഗം. എന്താ ഒന്നുകൂടി പേര് പറഞ്ഞത്? എന്താണ്? കൂൺ പച്ച മസാല. കൂൺ പച്ച മസാല. അപ്പൊ നമ്മുടെ കൂൺ, അതിന് പച്ച മസാല എല്ലാം ചേർക്കുകയാണ്. എന്തെല്ലാം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ? അതെ, നമുക്ക് പച്ച മസാല എന്ന് നമ്മൾ അർത്ഥമാക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മസാലയാണ്. ഇത് നമ്മൾ അരയ്ക്കുന്നത് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്. ഓക്കെ, നമ്മുടെ തേങ്ങ ചിരണ്ടിയത്, ദെൻ ഗ്രീൻ ചില്ലി, പച്ചമുളക്, വളരെ കുറച്ച് കശുവണ്ടി, ദെൻ മല്ലിയില. ഇതാണ് ആ കളർ നൽകുന്നത്. ഈ മല്ലിയിലയാണ്, ഗ്രീൻ ചില്ലി. കുറച്ച് ഗാർലിക് കൂടെ, കുറച്ച് ഗാർലിക് കൂടെ ഇതിനകത്ത് ചേർക്കേണ്ടത്. ഇതാണ് അതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത്. പച്ച കളറിൽ നമ്മൾ അങ്ങനെ തേങ്ങയും മല്ലിയിലയും കശുവണ്ടിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചേർത്ത് ഈ ഒരു അരപ്പുണ്ടാക്കിയിരിക്കുന്നത്. ഇനി വേറെന്തെല്ലാം ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇതിനുവേണ്ടി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയന്റ് കൂൺ മഷ്റൂം ആണ്. ഇത് ക്യാൻ മഷ്റൂം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ടിന്നിൽ വരുന്ന എത്ര ഗ്രാം കാണും? ഇതൊരു 100 ഗ്രാം കാണും. ഈ കൂൺ 100 ഗ്രാം കാണും. ഒരു 100 ഗ്രാം കൂണാണ്. ഇത് ടിന്നിലുള്ളതാണ്. സാധാരണ ടിന്നിൽ ഇരിക്കുന്ന ടേസ്റ്റ് കുറയും, അങ്ങനെ ഇതില്ല, ടേസ്റ്റ് കൂടുതലാണ് പറയുന്നത്. പിന്നെ എന്തെല്ലാം ആവശ്യം? പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഇവിടെ, വീണ്ടും വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്യുവർ കേരള ടേസ്റ്റിന് വേണ്ടിയാണ് വെളിച്ചെണ്ണ. അതെ. ദെൻ നമ്മൾ ടെമ്പറിങ്ങിന് വേണ്ടി നമ്മൾ താളിപ്പായിട്ട് ഉപയോഗിക്കുന്ന കടുക്, റെഡ് ചില്ലി, നമ്മുടെ മുളക്, സാധാ മുളക്, ദെൻ നമ്മൾ കറി ലീവ്സ്, കറിവേപ്പില, ദെൻ ഇത് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മൾ ഗാർലിക് വീണ്ടും അതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. വെളുത്തുള്ളി ചെറുതായിട്ട്. അതെ, ഇത് നമ്മൾ ഗാർണിഷിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതും ചട്ടി തന്നെയാണ്. ഒരു കേരള ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ റിസോർട്ടിൽ വന്നോണ്ട്. ഇനി അതിവിടെ നമ്മുടെ ചട്ടി കേരള ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവകാശപ്പെടുന്ന ചട്ടിയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുമെന്നാണ്. ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ എത്ര ടീസ്പൂൺ? നമ്മളൊരു നേരത്തെ പോലെ ഒരു 3 സ്പൂൺ ഇതിന് ആവശ്യമുണ്ട്. മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് എണ്ണ കുറച്ച് ആവശ്യമുണ്ട്. ഇതിന് ഒരു 3.5 സ്പൂൺ നമുക്ക് ഒഴിക്കാം. 3.5 സ്പൂൺ. ആഹാരങ്ങളെല്ലാം ഇങ്ങനെ പലർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവിടെ തന്നെ വന്നിട്ട് തന്നെ അക്വസറിൽ വന്നിട്ട് തന്നെ 2-3 വർഷങ്ങളായി. ഈ കൊടുത്ത നാളുകളിലെല്ലാം ആഹാരം പലർക്കും സർവ് ചെയ്യുന്നത് നമ്മൾ മനസ്സിന് തൃപ്തിയോടെയാണ് സർവ് ചെയ്യുന്നത്. സർവിംഗ് പ്ലേറ്റിൽ അവർക്ക് കിട്ടി അവർ ആഹാരം കഴിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ ചിലപ്പോൾ അഭിപ്രായങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പ്രത്യേകിച്ചും തമിഴിൽ നിന്ന് ഒരു ചെട്ടിനാട് ഫാമിലി ഇവിടെ എത്തിയിരുന്നു. അപ്പൊ അവര് ഇവിടുത്തെ ചിക്കൻ ചെട്ടിനാട് കഴിച്ചിട്ട് പറഞ്ഞു ഇവിടെ നമുക്ക് അവിടെ ഫ്രാഞ്ചൈസി ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അത്രയും അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഗുജറാത്തിൽ നിന്നുള്ള മാർവാടീസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കിച്ചടി കടി സർവ് ചെയ്യും. അവര് പറഞ്ഞ അവിടെ പോലും ഇത്രയും ടേസ്റ്റുള്ള കിട്ടുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തില് നമ്മൾ അത്രയും ടേസ്റ്റിൽ ആരും ഉണ്ടാക്കാറില്ല. അത് അവർക്ക് കഴിച്ചപ്പോൾ അവർ അത്രയും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കിച്ചടി ആയിരുന്നാലും പച്ചടി ആയിരുന്നാലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലും പ്രത്യേകിച്ച് കൊല്ലത്ത് പോകുന്ന വഴിക്ക് അക്വസറിയിൽ പരവൂരിൽ വന്ന് നമ്മുടെ ഷോണിന്റെ കൈപ്പുണ്യമുള്ള ആഹാരം കഴിച്ചാൽ അതിലൊന്ന് പ്രത്യേകമായ ടേസ്റ്റ്. എന്തായാലും ഷോൺ നമ്മുടെ കൂണ് വെച്ചിട്ടുള്ള വിഭവം ഇവിടെ നിങ്ങൾക്ക് തയ്യാറാക്കി തരാൻ വേണ്ടി പോവുകയാണ്. വീട്ടിൽ ഉണ്ടാക്കുക. നമുക്ക് കടു ഇടാനുള്ള സമയമല്ലേ? 3 ടീസ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചു. ഒരുവിധം ചൂടായപ്പോഴേക്കും നമ്മൾ കടു അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ കടു. റെഡ് ചില്ലി ഇടുന്നതാണ്. ഓക്കെ, റെഡ് ചില്ലി ഇട്ടു. അതെ, നമ്മൾ കറിവേപ്പില ഇടുന്നതാണ്. നമ്മൾ സാധാ സൗത്ത് ഇന്ത്യൻ നമ്മൾ കേരള സാമ്പാറിലൊക്കെ താളിപ്പ് ഇടുന്ന പോലെ തന്നെയാണ്. വേറെ ഇതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. നല്ല പോലെ മൊരിഞ്ഞ മണം വരുന്നു. നമ്മളപ്പോൾ ഉള്ളി ഇടുന്നു. സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 30 ഗ്രാം സവോള,
അപ്പം ഈ കൂണിന്റെ ഈ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി ഷോൺ ചെയ്തത് ഇത്ര മാത്രമാണ്. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനോടൊപ്പം അര ടീസ്പൂൺ കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു, പിന്നെ മുളക് അതിലേക്ക് ചേർത്തു. ഒപ്പം ചേർത്ത മറ്റൊരു കാര്യം, നമ്മൾ എത്രയാണെന്ന് പറഞ്ഞത്, സവാള 30 ഗ്രാം 30 ഗ്രാം 40 ഗ്രാമിനടുത്ത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഷോൺ അതിനകത്ത് ചേർത്ത് കൊടുത്തു, നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കുന്നു. ഇത് ഒരു നല്ലൊരു കളറായിട്ട് ലൈറ്റ് ബ്രൗൺ, എല്ലാത്തിനും പരുവം പറയുന്നത് ലൈറ്റ് ബ്രൗൺ ആ ഒരു പരുവമായി എന്നുള്ളത്. കാരണം നമ്മൾ ഇത് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് ഒരു വഴണ്ട് വരുമ്പോഴേക്കും ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ചേരുവ ചേർക്കാനുള്ള സമയമായി എന്നുള്ളതാണ്. കുറച്ച് ഗാർലിക് വെളുത്തുള്ളി ചതച്ചത് നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാനുള്ള, ഗാർലിക്കിന്റെ ഒരു ഫ്ലേവർ കിട്ടുന്നതുകൊണ്ട് നമ്മളൊരു 1.5 സ്പൂൺ ഗാർലിക് ഇതിനകത്ത് ചേർക്കുന്നു. 1.5. നേരത്തെ നമ്മൾ എത്രയാണ് ചേർത്തത്? കുറച്ച് ചേർക്കണം. അതെ വളരെ കുറച്ച്, വളരെ കുറച്ചൊരു 1/4 ടീസ്പൂൺ ആണ് ആദ്യം ചേർത്തത്. ഇപ്പോൾ 1.5 ടീസ്പൂൺ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇതൊരു ഗാർലിക്കിന്റെ ഫ്ലേവർ ഇതിനകത്ത്. നേരത്തെ ലെമൺ നമ്മൾ ഒരു ചെറിയ ഈ മല്ലിയില ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. ചിലർക്ക് ഈ സാമ്പാറായാലും എന്ത് കാര്യത്തിലും മല്ലിയില ഇങ്ങനെ കിടക്കുന്നത് കണ്ടാൽ, അത് മല്ലിയില എടുത്ത് കഴിക്കുന്നത് കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ ഒരു മസാല കൂട്ട് തയ്യാറാക്കാൻ വേണ്ടി ഷോൺ ചെയ്ത് ഇത്ര മാത്രമാണ്. മല്ലിയില ഉണ്ടായിരുന്നു, കശുവണ്ടി ഉണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു, ഒപ്പം ഒരു അര തേങ്ങ എടുത്തിട്ടുണ്ട്. അര തേങ്ങ അതിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ട് ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചേർത്തുകൊണ്ടാണ് മിക്സിയിലിട്ട് അരച്ചാണ് ഈ ഒരു കൂട്ട് റെഡി ആയിരിക്കുന്നത്. ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട സമയം ആയി കഴിഞ്ഞു. ഇത് ഫുൾ വേണ്ട, അതിന്റെ പകുതി നമുക്ക് ആവശ്യം.